ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇതൊരു വൈകുന്നേരത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം അപ്രതീക്ഷിതമായിട്ടൊരു മഴ പെയ്തു. പെട്ടെന്നായിരുന്നു വന്നത് കേട്ടോ. വലിയൊരു കാറ്റും മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ നേരെ വീട്ടിൽ നിന്ന് മഴയൊക്കെ ഒന്ന് തോർന്നപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരുത്താണ് കേട്ടോ. അപ്പോൾ മഴ നല്ല രീതിയിൽ 2 ദിവസം നമുക്ക് മഴ കിട്ടി. അപ്പോൾ ചൂടിനൊരു ആശ്വാസമൊക്കെ ആയി. പക്ഷെങ്കിൽ ഭയങ്കരമായിട്ട് മണ്ണൊലിപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഫുള്ള് മണ്ണൊലിച്ച് വന്നതാണ്. അപ്പോൾ നമ്മളിവിടെ എന്ന് പറയുന്നത് കുറച്ച് അങ്ങനെ എകരുള്ള സ്ഥലമില്ലേ, എകരെന്ന് പറഞ്ഞാൽ ഹൈറ്റുള്ള സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ മണ്ണൊലിച്ച് താഴേക്ക് വരും ഈ ശക്തിയായിട്ട് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ. അപ്പോൾ അതൊരു ഭയങ്കരമായിട്ടൊരു ഇടങ്ങേറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് പറയണ്ട. അപ്പോൾ നമ്മുടെ വീട് ഇങ്ങനെ ഒരു കുന്നും പുറത്താണല്ലോ. അപ്പോൾ ശക്തിയായിട്ട് മഴ പെയ്യുമ്പം മുറ്റത്തെ മണ്ണൊക്കെ ഒലിച്ചിട്ട് ഇതാ റോഡിലെത്തും. വലിയ ആണിച്ചാലായിട്ട് മാറും. അപ്പോൾ വെള്ളം ഒഴുകിയിട്ട് കണ്ടില്ലേ, ഇങ്ങനെ റോഡൊക്കെ നല്ല ആണിച്ചാലായിട്ടുള്ളൂ കേട്ടോ. 2 മഴയെ പെയ്തിട്ടുള്ളൂ. അപ്പോൾ മഴക്കാലമായ പിന്നെ അവസ്ഥ എന്താ പറയുക, പരിതാപകരമായിരിക്കും. നല്ല 2 ആണികളായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ റോഡൊക്കെ. നമ്മളിപ്രാവശ്യം ബാപ്പ വന്നപ്പോൾ എല്ലാം ചെത്തിയിട്ട് റെഡിയാക്കിയതിനും ബാപ്പ ഇത് ബാപ്പ വരുമ്പോൾ ഇങ്ങനെ കുത്തി റെഡിയാക്കലാണ് നമ്മളെ പതിവ്. അപ്പോൾ വീട്ടിലെത്തി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മഴ തുടങ്ങി കേട്ടോ. നല്ല മഴ തന്നെയാണ്. ഇത് അത്ര വലിയ ശക്തിയില്ല, എന്നാലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കറണ്ടൊക്കെ പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. മഴ പെയ്യുമ്പോഴത്തേക്ക് പിന്നെ കറണ്ട് പോകും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ആ ഒരു ചക്ക പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു മടിയായിട്ട് ഞാൻ വൈകുന്നേരത്തേക്ക് മാറ്റി. അങ്ങനെ ചക്കയൊക്കെ വെട്ടി ചുളയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒറ്റക്കാവില്ലായിരുന്നു, കുട്ടികൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മഴ വരുന്നതുകൊണ്ട് പെട്ടെന്നായിരുന്നു, എല്ലാം ചടപടയായിട്ടായിരുന്നു. പിന്നെ ഇന്ന് ചക്ക എന്തായാലും വെക്കുന്നില്ല എന്നായിരുന്നു ആദ്യം ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ചക്ക ഒന്ന് അരിഞ്ഞിട്ട് ഫ്രീസർ കയറ്റാമെന്ന് കരുതി. കുറച്ച് ഞാൻ അരിഞ്ഞെടുത്തിട്ട് എന്താക്കി, പെട്ടെന്ന് പോലപ്പോൾ വെറുങ്ങനെന്ന് കുക്കറിൽ അടിക്കാമെന്ന് വിചാരിച്ചു. വെറും ജസ്റ്റ് ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് ഒരു 3 വിസിൽ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊരു 3 വിസിൽ കൊടുത്ത് അവിടെ ഇട്ടിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ചായ കുടിക്കാനായിട്ട് ചക്ക ഒന്ന് കടുതളിച്ചാൽ ചായക്ക് കൂട്ടാമെന്ന് കരുതിയിട്ട് അതവിടെ വിസിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വന്നിട്ട് ചക്ക അരിയിലാണ് വന്നത്. കുറച്ച് ഞാൻ അവിടെ ഇരുന്നായിരുന്നു. പിന്നെ ഞാൻ കട്ടിംഗ് ബോർഡിലേക്ക് മാറി കേട്ടോ. അപ്പോൾ ഈ കത്തിക്ക് കുറച്ച് ഭയങ്കര മൂർച്ചയാണ്. അപ്പോൾ കയ്യിൽ വെച്ച് മുറിക്കുമ്പോൾ പണി കിട്ടും. 2-3 വട്ടം എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താക്കി, കട്ടിംഗ് ബോർഡിലേക്ക് മാറിയിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പെങ്ങളെല്ലാം നല്ല സ്പീഡിൽ അരിയും കേട്ടോ. വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് കൊതിയാവും. അങ്ങനെ ഒന്നും അരിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷേങ്കിൽ അതൊരു നേക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ കൈയൊക്കെ മുറിയാതെ സൂക്ഷിക്കുകയും വേണം. അപ്പോൾ പിന്നെ കുറച്ച് കട്ടിയുള്ള ചുളയെങ്കിൽ നമുക്ക് അതേപോലെ സ്പീഡിൽ അരിയാൻ പറ്റും കേട്ടോ. നമ്മളെ ചുള എന്ന് പറയുന്നത് ഒരുപാട് കട്ടിയൊന്നുമില്ല, ഉള്ളിത്തോല് പോലത്തെ ചുളയാണ് കേട്ടോ. ഇത് പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ പറയുക, ഇങ്ങനെ കൂട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുക. വലിയ ചുളയെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ചെറുതായതുകൊണ്ട് ഇങ്ങനെ അടപ്പട്ടലിങ്ങനെ പിടിച്ചിരിക്കുക. അപ്പോൾ പിടിച്ച് പറിച്ചെടുക്കണം. കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും എന്നും ചക്ക തന്നെയാണ് ഇപ്രാവശ്യം കേട്ടോ. അപ്പോൾ നമ്മൾ ചക്കയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സെക്ഷൻ നമ്മളെ ചക്കയരിയിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് കുറച്ചുകൂടി ചുള ബാക്കിയുണ്ട്. അത് നമുക്ക് ചായ കുടിച്ചിട്ട് ഇത്രയും ചുള നമുക്ക് അരിഞ്ഞിടാനുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വിശപ്പുണ്ട്. ഞാൻ നമ്മുടെ ചക്ക താളിച്ചു, കണ്ണിമാങ്ങ അച്ചാറുണ്ട്, നല്ല പാലും ചായ എടുത്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ അരപ്പിട്ടിട്ടാണ് ചക്ക വെക്കൽ. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തോന്നിയതാണ് ചായക്ക് കൂട്ടാൻ എടുത്തിട്ട് വെറും മുളകും മഞ്ഞളും അതേപോലെ ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 3 വിസിലും കൊടുത്തു. നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്ത് കടുക് കാഴ്ചതാണ് കേട്ടോ. കടുവും വെളുത്തുള്ളിയും വേപ്പിലിട്ട് കാഴ്ചതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ട് അവരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ചക്കച്ചുളയും അരിഞ്ഞെടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വയനാട് പോയപ്പോൾ ഞാൻ വാങ്ങിയത്.
അപ്പോൾ ചക്കയൊക്കെ അരിഞ്ഞെടുത്തിട്ട് ഇതേപോലെ 2 കവറിലാക്കി ഇനി ഞാനിത് ഫ്രീസറിൽ വെക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ചക്ക വെക്കാൻ തോന്നുമ്പോൾ ഞാൻ എന്താക്കും, ഇതൊന്നും എടുത്തിട്ട് വേവിക്കും. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ സാധാ വെക്കുന്ന പോലെ തന്നെ നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചപ്പോൾ കുഴപ്പമൊന്നും തോന്നിയില്ല, നല്ല അടിപൊളി ചക്കയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ പിന്നെ മഗ്‌രിബ് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് രാത്രിക്കത്തെ കറി വെക്കലാണ് കേട്ടോ. കുറച്ച് കറി കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കൂന്തൽ കറി വെക്കുന്നു. കുറച്ച് കൂന്തലെടുത്തിട്ട് ഇതേപോലെ പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂന്തലിൻ്റെ സീസണായിരുന്നു. അപ്പോൾ ചോറും കൂന്തൽ തേങ്ങ അരച്ച ചാറും പിന്നെ കൂന്തൽ പൊരിച്ചതായിരുന്നു നമ്മൾ രാത്രിക്കത്തെ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ കൂന്തൽ ഭയങ്കര ഇഷ്ടമായിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചക്ക ഉമ്മാക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. കറി വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഇങ്ങനെ പൊരിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്രൈ ആക്കിയിട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. എനിക്കായാലും കുട്ടികൾക്കായാലും ഫ്രൈയും ഇതേപോലെ പൊരിച്ചിട്ടുമാണ് കൂന്തൽ ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ ഒരു രാത്രി കൂടി കടന്നുപോയി. പിന്നെ ഞങ്ങളെല്ലാവരും കിടന്നിരുന്നു. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ